പകല് കാണുന്നത് തന്നെ രാത്രി കാണുമ്പോൾ ആകപ്പാടെ മാറ്റം പോലെ തോന്നും. ഞാൻ വേറെ ഒന്നുമല്ല, നമ്മുടെ കോതമംഗലത്തിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും പകല് കാണുന്നതിന്റെ ഇരട്ടി ഭംഗിയുള്ള പോലെ തോന്നിയിട്ട് രാത്രി കാണാൻ. കൊച്ചി നമ്മുടെ കൊച്ചിയല്ല എന്ന് പറയുന്ന പോലെ കോതമംഗലം ഇപ്പൊ പഴയ കോതമംഗലേ അല്ല. ഒരു മാൾ ഇല്ല എന്നുള്ള കുറവേ ഉള്ളൂ. പക്ഷെ ആ മാൾ വേണ്ട എല്ലാ ഷോപ്പുകളും ഇപ്പൊ കോതമംഗലത്ത് വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ ബ്രാൻഡിന്റെയും ഷോപ്പ് കോതമംഗലത്ത് ഉണ്ടെന്നാട്ടോ തോന്നുന്നത്. ഇന്ന് മൈജിയുടെ ബിഗ് ഷോറൂമും കോതമംഗലത്ത് ഉദ്ഘാടനം. ഓക്സിജനും പിട്ടാപ്പിള്ളിയും വിസ്മയും ഒക്കെ പണ്ടേ തൊട്ടുണ്ട്. സ്റ്റുഡിയോ, ലൂയിസ് ഫിലിപ്പ് കൂടാണ്ട് ബ്ലോസം, വീസ്റ്റാർ, ജോക്കിയുടെ ഒക്കെ ഔട്ട്ലെറ്റും കോതമംഗലത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ കോതമംഗലത്തുള്ള ആർക്കും എറണാകുളത്തൊന്നും പോയി പർച്ചേസിങ്ങിന് പോകേണ്ട കാര്യമില്ലാന്ന് തോന്നണേ. അത്യാവശ്യം വാങ്ങിക്കാനുള്ള എല്ലാ സാധനങ്ങളും കോതമംഗലത്ത് തന്നെ കിട്ടും. പിന്നെ നമ്മുടെ കോതമംഗലംകാരുടെ സ്വന്തം ചെറുവള്ളി. വേറെ എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ മൂലൻസിനെ മറക്കാൻ പറ്റില്ലല്ലോ. ക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരേപോലെ പോയി സാധനം വാങ്ങിക്കാൻ പറ്റും നമ്മുടെ കോതമംഗലത്തുള്ള സൂപ്പർ മാർക്കറ്റ് ആണല്ലോ മൂലൻസ്. മൂലൻസ് കൂടാതെ നമ്മുടെ റിലയൻസ് സ്മാർട്ട് ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ. അതുവരെ നമുക്കിനി ഒരു ആവശ്യത്തിനും കോതമംഗലം വിട്ട് പുറത്തു. അതുകൂടാണ്ട് ഒരുപാട് ഫുഡ് സ്പോട്ടുകളും കോതമംഗലത്ത് വന്നിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തോ ഒരു ഫുഡ് സ്പോട്ടാണ് ഓപ്പൺ ആവുന്നത്. പിന്നെ ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ശരവണ ഭവൻ ഉടുപ്പി. രണ്ടായാലും ഞങ്ങൾക്ക് കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ, നമ്മൾ കോതമംഗലംകാര് ചില്ലറക്കാരല്ല.